മ്യാൻമാർ സൈനിക തലവനും നിലവിലെ ഭരണനേതാവുമായ മിൻ ഓങ് ലൈൻ ഇന്ത്യ സന്ദർശിക്കാൻ എത്തിയതും അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്വീകരിച്ചതും നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സന്ദർശനം ഒരു സാധാരണ ഔപചാരിക കൂടിക്കാഴ്ചയായി മാത്രം കണക്കാക്കാനാകില്ല. മറിച്ച് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെയും ഇന്ത്യ മ്യാൻമാർ ബന്ധത്തിലെ ഭാവിയെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള നിർണായക നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മ്യാൻമാർ ഏറെക്കാലമായി ചൈനയുടെ ശക്തമായ സ്വാധീന മേഖലയായി കണക്കാക്കപ്പെട്ടിരുന്നു. സാമ്പത്തിക പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, സൈനിക സഹകരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് മ്യാൻമറിൽ വലിയ സ്വാധീനമുണ്ട്. എന്നാൽ സമീപ വർഷങ്ങളിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഇടപെടലുകളെക്കുറിച്ചും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ സ്വാധീനം കൂടി വരുന്നതിനെക്കുറിച്ചും മ്യാൻമറിനുള്ളിൽ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് മ്യാൻമറിന് തന്ത്രപരമായ സമതുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ സന്ദർശനത്തിന് പിന്നിൽ ശക്തമായ സുരക്ഷാ താൽപര്യങ്ങളുണ്ട്. ഏകദേശം 1643 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ മ്യാൻമാർ അതിർത്തി വർഷങ്ങളായി വിവിധ സുരക്ഷാ വെല്ലുവിളികളുടെ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില വിഘടനവാദ സംഘടനകൾ മ്യാൻമാറിലെ അതിർത്തി പ്രശ്നങ്ങളെ അഭയകേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണങ്ങൾ ദീർഘകാലമായി ഉയരുന്നുണ്ട്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തലുകൾ പ്രകാരം അതിർത്തിയുടെ മറുവശത്തുള്ള ചില മേഖലകളിൽ ആയുധശേഖരണ കേന്ദ്രങ്ങളും പരിശീലന ക്യാമ്പുകളും പ്രവർത്തിക്കുന്നതായി സംശയിക്കപ്പെടുന്നു. അവിടെ പരിശീലനം നേടിയ ചിലർ ഇന്ത്യയിലേക്ക് കടന്ന് സുരക്ഷാ സേനകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ മ്യാൻമാർ സർക്കാരിന്റെ പൂർണ്ണ സഹകരണം ലഭിക്കാതെ വടക്കുകിഴക്കൻ മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ പരിഹാരം കണ്ടെത്തുക പ്രയാസകരമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സമീപകാലത്ത് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA നടത്തിയ ചില അന്വേഷണങ്ങൾ അതിർത്തി കടന്നുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വിദേശ ബന്ധങ്ങളും പരിശീലന ശൃംഖലകളും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നതോടെ സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായാണ് മ്യാൻമറുമായി നേരിട്ടുള്ള രാഷ്ട്രീയ, സുരക്ഷാ, സൈനിക ആശയവിനിമയങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. മണിപ്പൂരിലെ അക്രമ സംഭവങ്ങൾ രാജ്യത്തെ പ്രധാന ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളിലൊന്നായി തുടരുകയാണ്. നിയമവിരുദ്ധ ആയുധങ്ങളുടെ ഒഴുക്ക് തടയുകയും അതിർത്തി നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യാതെ ഈ പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം കണ്ടെത്താനാവില്ലെന്നതാണ് സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായം. മിസോറാമും അരുണാചൽ പ്രദേശും ഉൾപ്പെടുന്ന അതിർത്തി മേഖലകളിലും സമാനമായ ആശങ്കകൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ മ്യാൻമർ ഭരണകൂടവുമായി നേരിട്ടുള്ള സഹകരണം സ്ഥാപിക്കുന്നത് ഇന്ത്യക്ക് സുരക്ഷാ രംഗത്ത് വലിയ നേട്ടമാകുമെന്ന് കരുതപ്പെടുന്നു. അതിർത്തി നിരീക്ഷണം, സംയുക്ത സുരക്ഷാ പ്രവർത്തനങ്ങൾ, ആയുധക്കടത്ത് തടയൽ, ഭീകര വിഘടനവാദ ശൃംഖലകളെ നിയന്ത്രിക്കൽ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം സൈനിക ഭരണകൂടത്തിന്റെ നേതാവിനെ ഇന്ത്യ സ്വീകരിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന വിമർശനവും ചില അന്താരാഷ്ട്ര വൃത്തങ്ങളിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കുമാണ് മുൻഗണന നൽകുന്നതെന്നും അയൽ രാജ്യങ്ങളുമായി പ്രായോഗികവും പ്രവർത്തനപരവുമായ ബന്ധം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി മ്യാൻമർ ഒരു നിർണായക കണ്ണിയാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കരമാർഗ പ്രവേശന കവാടം കൂടിയായ മ്യാൻമറുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് വ്യാപാരം, ഗതാഗതം, സുരക്ഷ, ഊർജം തുടങ്ങിയ മേഖലകൾക്കും ഗുണകരമാകും. അതിനാൽ മിൻ ഓങ് ലൈനിന്റെ ഈ സന്ദർശനം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച മാത്രമല്ല, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ സുരക്ഷയെയും ഏഷ്യയിലെ ശക്തി സമവാക്യങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള സുപ്രധാന തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.